കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. വേരിയസ് കമ്പനീസ് കോർപ്പറേഷൻ ബോർഡ് തുടങ്ങിയവയിലേക്ക് അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻസ്, അക്കൗണ്ട്സ് ക്ലർക്ക് തുടങ്ങിയ തസ്തികയിലേക്ക് 2016 ജൂണിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ്റെ അവസാന പാർട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും അപേക്ഷിക്കാത്തവർ കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷനിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി ജനുവരി 19 ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് അവസാന പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the meaning by the term adjusted purchase? Adjusted purchase എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ആഡഡ് ടു പർച്ചേസ് വൈൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഡിഡക്റ്റഡ്. അതിനാണ് അഡ്ജസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അത് ശരിയായ ആൻസർ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസറിൽ ഇല്ലാത്തത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ആഡഡ് ടു പർച്ചേസസ് വൈൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഡിഡക്റ്റഡ് എന്നായിരിക്കണം ഈ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദി ഫ്ലോയിങ് ഈസ് കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ബഡ്ജറ്റ്? ബഡ്ജറ്റുമായി ബഡ്ജറ്റ് കൺട്രോൾ എന്ന ഏരിയയിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. വളരെ എളുപ്പമെന്ന് വിചാരിക്കുമെങ്കിലും പല ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാറില്ല. അതുപോലൊരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. വിച്ച് ഓഫ് വൺ ഓഫ് ദി ഫ്ലോയിങ് ഈസ് കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ബഡ്ജറ്റ്? ഇവിടെ അതിൻ്റെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സിംഗിൾ യൂസ് പ്ലാൻ. ഡി ഓപ്ഷൻ ആണ്. അതായത് സിംഗിൾ യൂസ് പ്ലാൻ ആണ്. കാരണം എന്തുകൊണ്ട് ബഡ്ജറ്റ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുമ്പോൾ ദേ ആർ സ്പെസിഫിക് ടു എ പർട്ടിക്കുലർ പീരിയഡ് ഓർ ഇവൻറ്റ്. സിംഗിൾ യൂസ് പ്ലാൻസ് they are specific to a particular period or event. Budgets are specific to a particular period or event. That's why it's single use plan. It is single use plan എന്ന D option. It's a single use plan. 67th question, which of the following is not a technique of scientific management? നോട്ട് എ ടെക്നിക് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ആ ക്വസ്റ്റിന് ആൻസർ ചെയ്യണമെങ്കിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് അറിഞ്ഞാൽ ഇത് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ചോദിച്ചാൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, സ്റ്റാൻഡർഡൈസേഷൻ, സ്പെസിഫിക്കേഷൻ ഓഫ് വർക്ക് സ്റ്റഡി, ഡിഫറൻഷ്യൽ പീസ് വെയ്റ്റ് സിസ്റ്റം, മെൻ്റൽ റെവല്യൂഷൻ, ഫാറ്റിക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി തുടങ്ങിയവയൊക്കെയാണ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. മെയിനായിട്ട് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് സ്റ്റഡിൻ്റെ കീഴിലാണ് ഫാറ്റിക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി തുടങ്ങിയവ വരിക. അതിന് പുറമെ ഡിഫറൻഷ്യൽ പീസ് വെയ്റ്റ് സിസ്റ്റവും മെൻ്റൽ റെവല്യൂഷനും ഉണ്ട്. മാനേജ്മെൻറ്റ് ടെക്സ്റ്റ് ബുക്കുകളിൽ വ്യക്തമായിട്ട് കാണാം ഇത്തരം സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സുകൾ. അപ്പോൾ ഇവിടെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് നോട്ട് എ ടെക്നിക്കാണ്. അപ്പോൾ തന്നിരിക്കുന്ന BCDകളൊക്കെ ടെക്നിക്സാണ്. അപ്പോൾ വായിച്ചതിലാണ് പെടുന്നതാണല്ലോ അതൊക്കെ. അപ്പോൾ നോട്ട് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ്, ഷെഡ്യൂളിംഗ് ആണ്. അടുത്തത് 68, the theory of human motivation, that means need hierarchy theory is given by. നീഡ് ഹൈറാർക്കി തിയറിൻ്റെ മറ്റ് ഒരു പേരാണ് തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്നായിരുന്നു ആ പേപ്പറിൻ്റെ പേര്. ആര് കൊണ്ടുവന്ന പേപ്പർ? അബ്രഹാം എച്ച് മാസ്ലോ കൊണ്ടുവന്ന തിയറി നമ്മൾ പൊതുവേ നീഡ് ഹൈറാർക്കി തിയറി എന്നാണ് പറയുമെങ്കിലും ആ തിയറി കൊണ്ടുവന്ന പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ 1943 ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ പേപ്പറിൻ്റെ പേര് തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ. അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടെ നോട്ട് ചെയ്യേണ്ടതാണ്. നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും അതിൻ്റെ ആൻസർ പറയാൻ പറ്റേണ്ടതാണ്. എച്ച് മാസ്ലോ എന്ന സി ഓപ്ഷൻ്റെ റൈറ്റ് ആൻസർ. 69th question, who invented difference engine? Difference engine is invented by ചാൾസ് ബാബേജ് ആണ് എ ഡിഫറൻസ് എൻജിൻ എന്ന ഓട്ടോമാറ്റിക് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ, ഒരു ബേസിക് കാൽക്കുലേറ്റർ ഡെവലപ്പ് ചെയ്തത് 80s. അപ്പോൾ ഇറ്റ് ഈസ് ഫസ്റ്റ് ക്രിയേറ്റഡ് ബൈ ചാൾസ് ബാബേജ്. ഡിഫറൻസ് എൻജിൻസ് ഫസ്റ്റ് ക്രിയേറ്റഡ് ബൈ ചാൾസ് ബാബേജ്. ഇതിൻ്റെ ആൻസർ ഡി ഓപ്ഷൻ ആണ്. 69 ഡി ഓപ്ഷൻ കാണാൻ പറ്റും, ചാൾസ് ബാബേജ് എന്ന്.
അടുത്ത ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദി ഫോളോയിങ് ഈസ് ട്രീറ്റഡ് ആസ് ദി ഫൗണ്ടർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് സ്കൂൾ മാനേജ്മെൻറ്റ്? ഹ്യൂമൻ റിലേഷൻസ് സ്കൂൾ മാനേജ്മെൻറ്റ് ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ജോർജ് എൽട്ടൺ മായോ ആണ്. ദി ഫാദർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഹത്തോൺ സ്റ്റഡീസ് ഒക്കെ ആ മേഖലയിൽ പ്രശസ്തമായ സ്റ്റഡികളൊക്കെ അതൊക്കെ കാണാറുണ്ട്. എൽട്ടൺ മായോ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. 70th ക്വസ്റ്റ്യൻ ആൻസർ സി ഓപ്ഷൻ, എൽട്ടൺ മായോ. 71, വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഇസ് നോട്ട് എ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ആസ് ഗിവൺ ബൈ ഹെൻറി ഫയോൾ? ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്, അതിൽ പെടാത്ത ഒരു ഐറ്റം ഇവിടെ തന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് അറിഞ്ഞാലേ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഹെൻറി ഫയോൾ ഐഡൻറ്റിഫൈഡ് 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഏതൊക്കെ ചോദിച്ചാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോഓർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇവയാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അപ്പോൾ ഇതാണ് ഹെൻറി ഫയോളിൻ്റെ 5 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതിൽ പെടാത്തത് ഏതാണെന്ന് നോക്കിയാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റും. അതിൽ ഡി ഓപ്ഷനാണ്, സ്റ്റാഫിംഗ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്, അദ്ദേഹം കൊണ്ടുവന്ന മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഡി ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ. 72, വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ പ്ലാനിങ് പ്രിമൈസസ്? പ്ലാനിങ്ങിൽ പഠിക്കാറുണ്ട് നമ്മൾ പ്ലാനിങ് പ്രിമൈസസ് എന്ന്. പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ എസ്റ്റിമേറ്റ് ഫോർ എ ഫ്യൂച്ചർ ഫാക്ടർ അഫക്റ്റിംഗ്. ഒരു പ്ലാനിങ്ങിൻ്റെ കേസുകളിൽ ഒരു അസംഷൻസിന് മുകളിലായിരിക്കും പ്ലാൻ ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക. ഒരു അസംഷൻസ് ഉണ്ട്, ആ അസംഷൻസിന് അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിനെ പറയുന്ന എന്താ പറയുക, ആ എസ്റ്റിമേറ്റ്സ് ബാക്ക്ഗ്രൗണ്ടിനെ പറയുന്ന പേരാണെന്ത്? പ്ലാനിങ് പ്രിമൈസസ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് എൻവയോൺമെൻ്റ് ആണ്. 72ൻ്റെ ആൻസർ എ ആണ്, പ്ലാനിങ് എൻവയോൺമെൻറ്റ്. പ്ലാനിങ് എൻവയോൺമെൻ്റ് ആണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ. 73, ദി ഐഡിയ ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഈസ് supervision. Functional foremanship of supervision is given by whom? Functional foremanship എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് സൂപ്പർവിഷൻ ആണല്ലോ. ദാറ്റ് ഇസ് ഗിവൺ ബൈ FW ടൈലർ. ബി ഓപ്ഷനായ FW ടൈലർ ആണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് സൂപ്പർവിഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ഫ്രം എക്സിക്യൂഷൻ എന്ന ഐഡിയ വെച്ചിട്ട് ഈച്ച് വർക്കർ ഈസ് സൂപ്പർവൈസ്ഡ് ബൈ വേരിയസ് സ്പെഷ്യലിസ്റ്റ് എന്നതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ ഐഡിയ. Each worker is supervised by various specialists. 74th question നോക്കാം. Which is the oldest form of organization? Line organization. D option ആയ line organization is the oldest form of organization. The process that reduces the gap between planning and performance is controlling. Planning, controlling connected ആയ രണ്ട് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്. The process that reduces the gap between planning and performance is C option, controlling. Next, order of command that run from top to bottom is explained by scalar chain. Scalar chain is the order of command that run from top to bottom. A option ആണ് scalar chain ആണ് ആൻസർ. നെക്സ്റ്റ്, accountability means accountability എന്ന് പറഞ്ഞാൽ obligation for the performance of duty. B option, obligation for the performance of duty. Next question, which of the following primarily means to transfer authority from an individual to another? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അതോറിറ്റിയെ പറയുന്ന പേര് ഡെലിഗേഷൻ. ഡെലിഗേറ്റ് ചെയ്യാന്നാണല്ലോ പറയാം. അപ്പോൾ എ ഓപ്ഷൻ ഡെലിഗേഷൻ. ഡെലിഗേറ്റിംഗ് എന്നാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ issued treasury bills in India? Treasury bills issued in India by RBI. RBI issued treasury bills in India. And last question, which one of the following is not the right under Consumer Protection Act 1986? Consumer Protection Act പ്രകാരം right to informed, right to heard, right to consumer education ഒക്കെ അതിൻ്റെ ഭാഗമാണ്. നോട്ട് എ റൈറ്റ് എന്നത് ശരിക്കും എന്താണ്? റൈറ്റ് ടു പ്രൊട്ടക്ഷൻ എൻവയോൺമെൻ്റ് ആണ്. ബി ഓപ്ഷൻ ആണ് ഇവിടുത്തെ ആൻസർ.
ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് അവസാനം ചോദിച്ച 2015 നോട്ടിഫിക്കേഷൻ പ്രകാരം 2016 ജൂൺ 25 നടന്ന ജൂനിയർ അസിസ്റ്റൻറ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് തുടങ്ങിയ തസ്തികയിലേക്ക് വേരിയസ് കമ്പനി കോർപ്പറേഷൻ ബോർഡിലേക്ക് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. കൊമേഴ്സിൻ്റെ മിക്ക ഏരിയകളിലും ടച്ച് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മളെല്ലാ കൊമേഴ്സ് ഏരിയ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് 20ഓളം GK ക്വസ്റ്റ്യൻ ആയിരുന്നു. അന്ന് സിലബസിൻ്റെ ഭാഗമായിട്ട് GK ഏരിയ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.